വർഷത്തിന്റെ പ്രതിനിധികൾ വന്നിരുന്ന് സംസാരിക്കുന്ന മുഴുവൻ ആ കമ്പനിയുടെ വേവലാതികളെ കുറിച്ചാണ്. ഇപ്പൊ ടീകോമിന്റെ കാര്യം പറഞ്ഞു. എന്തൊരു സങ്കടമാണ്. കമ്പനിയുടെ വേവലാതികളെ കുറിച്ച് നമ്മളോട് പറയുകയാണ്. ശരി, ശ്രീ ജോസഫ് സി മാത്യു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇവിടെ ആദ്യം അർദ്ധോക്തിയിൽ ജ്യോതികുമാർ ചാമക്കാല നിർത്തിയതിനുള്ള മറുപടി. മുരുക ഗ്രൂപ്പ് ഇത് വീണ്ടും നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി ഭരണത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജോസഫ് സി മാത്യു, CPM-ന്റെ പ്രതിനിധി വന്നിരിക്കുന്നത് ഈ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഓരോ വാദമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് പറയാൻ ഇദ്ദേഹത്തിന് ആരാ അധികാരം കൊടുത്തേ? എന്നോട് ചോദ്യം ചോദിച്ച് ഞാൻ അതിന്റെ ഫസ്റ്റ് വാക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് CPM-ന്റെ പ്രതിനിധി വന്നിരുന്ന് കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, അതിന് വേണ്ടിയിട്ടുള്ള വാദത്തിനാ വന്നത്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന ഡിഫൻസ് ഒന്നും ആദ്യം എടുത്ത് നിരത്തണ്ട. കാരണം CPM-ന്റെ പ്രതിനിധി വന്നിരിക്കുന്ന CPM-മായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനാ. അത് ഇപ്പോഴേ എടുത്ത് പറയേണ്ട, അതിന് മറ്റു മറുപടി ഞാൻ പറയാം. ഈ കേരളത്തിന്റെ പശ്ചാത്തല വികസന രംഗത്ത് ഏറ്റവും ചരിത്രപരമായിട്ട് ഇടപെടൽ നടത്തിയ ഗവൺമെന്റ് 2006 മുതൽ 2011 വരെ, ഞാൻ പറയട്ടെ, 2006 മുതൽ 2011 വരെ സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആയിരുന്നു. ദേശീയപാതയ്ക്ക് ഈ വീതി പോരാ, റെയിൽവേ ഇപ്പോ കാണുന്ന പാളം പോരാ, മൂന്നാമതും നാലാമതും പാളം വേണം, ഊർജ്ജ പദ്ധതികൾ കാര്യക്ഷമമായി മാറ്റണം, ഇന്റർനെറ്റ് മനുഷ്യന്റെ അവകാശമാക്കി മാറ്റണം. ഈ 4 മാറ്റങ്ങൾ വന്നാൽ മാത്രമേ വൻകിട സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരൂ. അതുകൊണ്ട് പശ്ചാത്തല വികസന രംഗത്ത് വലിയ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ച VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലത്ത് കുറച്ചുനാൾ അദ്ദേഹത്തിന്റെ IT സെക്രട്ടറി ആയിട്ട് ഇരുന്നതല്ലേ താങ്കൾ എങ്ങനെയാണ് IT സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തുപോയത്? അതിന് ശ്രീ KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ്, ഒരു ചോദ്യം കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ മറുപടി അയച്ചു തരാം. ഇപ്പൊ എന്റെ മര്യാദ അനുസരിച്ച് ഞാനത് വായിക്കുന്നില്ല. ഇവിടെ വലിയ തരത്തിലുള്ള ആരോപണം നടക്കുകയാണ്. കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന മണിയാർ പ്ലാന്റ് അങ്ങ് വേണ്ടെന്ന് വയ്ക്കുകയാണ്. എന്നാൽ എന്താണ് സത്യം? ഈ കേരളത്തിൽ പ്രതിവർഷം വൈദ്യുതി ഉപഭോഗം എത്രയാണ് വരുന്നത്? അത് 30,000 മില്യൺ യൂണിറ്റ് ആണ്. 30,000 മില്യൺ യൂണിറ്റ്. മണിയാർ പദ്ധതിയിൽ നിന്ന് ഒരു വർഷം കിട്ടുന്നത് 30 മില്യൺ യൂണിറ്റ് ആണ്. അതായത് പ്രസരണ ശേഷി അതിന്റെ നഷ്ടമൊക്കെ കഴിച്ച 27 മില്യൺ യൂണിറ്റ് വരും ഒരു വർഷം. അതായത് ഈ കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ 0.09% ഈ മണിയാർ പദ്ധതിയിൽ നിന്ന് ഒരു വർഷം വരുന്നത്. അതായത് മൊത്തത്തിലുള്ള വൈദ്യുതിയുടെ 1% ഇല്ല, 0.5% ഇല്ല, 0.25% ഇല്ല, 0.10% പോലും ഇല്ല. അതായത് 0.09% ഈ പദ്ധതിയിൽ നിന്നുള്ള വരുമാനം, പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതിയുടെ ഉപഭോഗം. വൈദ്യുതി ബോർഡിന് ഒരു വർഷം എത്ര രൂപ കോടി വേണമെന്ന് കണക്ക് കൂട്ടിയാൽ ഏകദേശം 21,000 കോടി രൂപ വേണം വൈദ്യുതി ബോർഡിൽ നിന്ന് വരുമാനമായിട്ട്. ഇത് 5 കോടി രൂപയാണ് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് കണക്കെടുത്ത് പരിശോധിച്ചാൽ. ഞാൻ ഇത് വളരെ തുച്ഛമാണെന്ന് പറയുകയല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ഒറ്റ കാര്യം ശ്രീ അരുൺകുമാർ, ഇതൊന്ന് വൈദ്യുതി മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കാമോ? എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് പിൻവാങ്ങിപ്പിക്കാമോ? പിന്നെ തർക്കമില്ല ഞങ്ങൾക്ക്. വൈദ്യുതി മന്ത്രിക്ക് ഈ ചാനൽ ചർച്ചയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാകും. എന്റെ സമയം ഞാൻ പറയട്ടെ, അതിനുശേഷം അതിന് മറുപടി നൽകാം. ഇപ്പൊ ക്യാപ്റ്റീവ് പ്ലാന്റുകൾ 2 എണ്ണം ഉണ്ട്. അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ കണ്ടീഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി അത് പറഞ്ഞു തുടങ്ങാനുള്ള ശ്രമവും നടത്തി. ഇത് ഒരു നിശ്ചിത കാലത്തേക്ക് കമ്പനികൾക്ക് വ്യവസായ ഉൽപാദനത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ബാക്കി എടുത്ത് വിൽക്കാനും ഉള്ള അധികാരത്തോടെ തന്നെയാണ്. ഇപ്പൊ 2018 മഹാപ്രളയം ഉണ്ടായി. ആ പ്രളയത്തിന്റെ ഭാഗമായി ഈ കാർബോഡാണ്ടം കമ്പനിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായി. ഇപ്പൊ ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത് അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല, അവിടെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ നടന്നിട്ടില്ല, അതിന്റേതായിട്ടുള്ള കണക്ക് എവിടെയും ഇല്ല. വന്നപ്പോൾ തന്നെ ഡിഫൻസ് എല്ലായിടത്തും കിട്ടു. അത് പരിശോധിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ. 2018 അവർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പുതിയ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് പ്രളയത്തിൽ നശിച്ചതിന്റെ ഭാഗമായി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി അവർക്ക് വലിയ നഷ്ടമുണ്ടായി. അവർ അത് പുനരുജ്ജീവിപ്പിച്ചു, വൈദ്യുതി ഉൽപാദനം പുനഃസൃഷ്ടിച്ചു, മുന്നോട്ട് പോയി. ഇപ്പോൾ 30 വർഷമാകുന്നു. കമ്പനി ആവശ്യപ്പെടുന്നു 25 കൊല്ലം കൂടി ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ വേണമെന്ന്. ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ, ക്യാപ്റ്റീവ് പ്ലാന്റുകളെല്ലാം നിശ്ചിത വർഷത്തേക്കാണെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത ചരിത്രം തന്നെയാണ് മൊത്തത്തിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സൗഹൃദ കാര്യത്തിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു 2 വർഷം മുമ്പ്. കഴിഞ്ഞ വർഷം നമ്മൾ 15ാം സ്ഥാനത്തെത്തി. ഈ വർഷം നമ്മൾ 1ാം സ്ഥാനത്തെത്തി. ഒരു വ്യവസായ സംരംഭം ഇപ്പോൾ നിലവിൽ 8 കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നു, 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. അവർ പറയുകയാണ് ഞങ്ങൾ പുതുതായി 7 സ്ഥാപനം കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു, 1000-കണക്കിന് ആളുകൾക്ക് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. എക്സ്പാൻഷൻ ഓഫ് അലൂമിയ ഫ്യൂഷൻ ഫെസിലിറ്റി എടപ്പള്ളിയിൽ ആരംഭിക്കാൻ പോകുന്നു. എക്സ്പാൻഷൻ ഓഫ് SIG പ്രൊഡക്ഷൻ ഫെസിലിറ്റി കൊരട്ടിയിൽ ആരംഭിച്ചിരിക്കുന്നു. ന്യൂ ഗ്രെയിൻ പ്രോസസ് പ്ലാന്റ് അറ്റ് സെസ് എടപ്പള്ളിയിൽ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ ന്യൂ സോളാർ പ്ലാന്റ് കളമശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഹൈ പ്യൂരിറ്റി സൈലോൺ കാർബൈഡ് ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ ബോറോൺ കർബാഡിയ ഗ്രാഫൈഡ് 7 പുതിയ കമ്പനികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വ്യവസായ സൗഹൃദ കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ വൈദ്യുതിയുടെ കാര്യത്തിൽ ആരംഭിച്ച ഈ കരാർ
ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആ കമ്പനി ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണോ അത് ഊന്നൽ കൊടുത്തുകൊണ്ട് മന്ത്രിസഭ അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. അല്ലല്ല, ഈ മുരുക ഗ്രൂപ്പ് ഈ പട്ടിക നൽകിയിരിക്കുകയാണോ? ഇത്രയും സംരംഭങ്ങൾ, ചിലത് തുടങ്ങാൻ പോകുന്നു, ചിലത് തുടങ്ങിയിരിക്കുന്നു, ഇതിന്റെയൊക്കെ സുഗമമായുള്ള മുന്നോട്ട് പോക്കിന് മണിയാർ ഞങ്ങൾക്ക് വേണം, ഇതാണോ ഡീല്? അതല്ല, ആ ഒരു വ്യവസായ സൗഹൃദ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യവസായ സൗഹൃദ രാജ്യം എന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യവും വൈദ്യുതിയും സൗജന്യമായി സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്ത് പല വ്യവസായ സ്ഥാപനങ്ങളെയും ആകർഷിക്കുന്ന പദ്ധതി നാം കാണുകയാണ്. ഇപ്പൊ കുറച്ചു കാലം മുമ്പ്, 2 കൊല്ലം മുമ്പ് കേരളത്തിലെ ഒരു വ്യവസായി അങ്ങ് പോയി തെലങ്കാനയിലേക്ക്. എന്താണ് അവിടെ? റോഡ് ഫ്രീ ആണ്, വൈദ്യുതി ഫ്രീ ആണ്, മറ്റ് സൗകര്യങ്ങൾ ഫ്രീ ആണ്. ഇതൊന്നും കേരളത്തിലില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ അദ്ദേഹം പോയേ. നമ്മളിപ്പോ 1ാം സ്ഥാനത്തെത്തി. വലിയ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം 2 കൊല്ലത്തിനിടയിൽ ഉണ്ടായി. ഏത് പുതിയ സംരംഭം വന്നാലും എതിർക്കുക എന്നത് ശൈലിയാക്കി, തൊഴിലാക്കി മാറ്റിയവരാണല്ലോ പ്രതിപക്ഷ നേതാവ്. ക്യാമറ വന്നപ്പോഴും, ജലമെട്രോ വന്നപ്പോഴും, കെ ഫോൺ വന്നപ്പോഴും എല്ലാം ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തതാണ് അഴിമതിയാണെന്ന് പറഞ്ഞ്. അവസാനം പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്നത് ഭരണപക്ഷത്ത് നിന്നും പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവും അത് ഉണ്ടെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് അദ്ദേഹം പോയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പറയുന്നത് അതൊരു വേദവാക്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല, എഴുതാപ്പുറം വായിക്കേണ്ടതില്ല. മന്ത്രിസഭ തീരുമാനിക്കട്ടെ. മുരുക ഗ്രൂപ്പിന്റെ ആളുകൾ അത് പറയുന്ന ആള് ഞാനല്ലല്ലോ. നിങ്ങൾ അത് അല്ല, അതിന്റെ ഒരു വശത്ത് പറഞ്ഞു തെളിവ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഇത് കൃത്യമായി തങ്ങൾക്ക് 25 വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ വേണമെന്നുള്ള ആപ്ലിക്കേഷൻ ഗവൺമെന്റിന് കിട്ടി. അത് അണ്ടർ കൺസിഡറേഷനിലാണ്. അത് മന്ത്രിസഭ തീരുമാനിക്കും. അല്ലാതെ ആരെ വന്ന് കണ്ടു എന്ന് തെളിവുള്ള ആളോട് ചോദിക്കും മിസ്റ്റർ. അദ്ദേഹം അത് പുറത്തുവിട്ടാൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഇത് ബിഒടിയിലെങ്കിലും നമുക്കൊരു പൊതു താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ BOOയിലേക്ക് വരുമ്പോൾ എന്ത് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു അതിൽ? ശ്രീ ജോസഫ് സി മാത്യു ഒരു 10-25 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരെ ഇവിടെ നിന്ന് ഊഹിക്കുക. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്താ പറയാൻ പോണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ സൂചിപ്പിച്ചത് ഈ ട്രാൻസ്ഫർ ഇല്ല എന്ന് ആര് കണ്ടെത്തി? ആര് നിങ്ങളോട് പറഞ്ഞു? 30 കൊല്ലം എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ കിട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമുണ്ടായി അവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള മിഷനറിയും റീപ്ലാന്റ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം വന്നപ്പോ അവരൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ആവശ്യം, അത് പരിഗണിക്കണമോ വേണ്ടയോ, എത്ര വർഷം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് അത് മന്ത്രിസഭയ്ക്ക് വിടുക. അത് ജോസഫ് സി മാത്യു അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് 25 വർഷം അവർക്ക് എക്സ്റ്റൻഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രേഖകൾ റഫർ ചെയ്തുകൊണ്ടും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ 2018 ഓഗസ്റ്റ് മാസം മുതൽ 2019 സെപ്റ്റംബർ മാസം വരെ 13 മാസം അവർക്ക് വലിയ തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും റീസ്ട്രക്ചർ നടത്തേണ്ടി വന്നു എന്നുള്ള അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. കാർബോറേറ്റർ കമ്പനിയുടെ രേഖകളല്ല, KSEBിയുടെ രേഖകളാണ്. മിസ്റ്റർ വേണു, നിങ്ങൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും പറയാനുള്ളത് പറയാനും ഓരോ വാക്കിനും വാചകത്തിനും ഉത്തരവാദിത്വമുള്ള ആൾ എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത്. ഓരോ കാര്യങ്ങളും നുണ പറയില്ല, രേഖകൾ ഉദ്ധരിച്ച് തന്നെ പറയുള്ളൂ. 12/12/2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ ഹാജരാക്കിയ രേഖകൾ തന്നെയാണ്. അതിൽ KSEBിയുടെ റഫറൻസും ഉണ്ട്, അതുപോലെ കാർബോറേറ്റർ കമ്പനിയുടെ റഫറൻസും ഉണ്ട്, കാര്യങ്ങളുമുണ്ട്. ഒറ്റ മിനിറ്റ്, ചോദ്യം ഇതാണ്, KSEBിയുടെ രേഖകൾ എന്താണ്? അല്ല ഞാൻ പറയുന്നതിന് മുമ്പേ KSFയുടെ രേഖ കയ്യിലുണ്ട്, KSEBിയുടെ രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ ഈ ചർച്ചയിലുള്ള മറ്റൊരു പ്രതിനിധി. താങ്കൾ അങ്ങോട്ട് ചോദിക്ക്. എനിക്കറിയാമല്ലോ ഈ ചർച്ചയിലിരിക്കുന്ന 3 പേരുടെയും രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഈ മീഡിയ വണ്ണിന്റെ ചർച്ചയിൽ വന്നിരിക്കണേ. 1 മണിക്കൂർ ഇവിടെ വന്നിരിക്കാനും നിങ്ങളുടെ 4 പേരുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുമെങ്കിൽ ഇതിലും വലിയ ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കുന്ന വിശാലമായിട്ടുള്ള താല്പര്യം. ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു കാണുമല്ലോ, ആ പത്രത്തിൽ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം 28 സംസ്ഥാനങ്ങളുള്ളതിൽ ഊർജ്ജ സംരക്ഷണ കേരളം ഈ സംസ്ഥാനത്തിനാണ് നാഷണൽ ഫസ്റ്റ്. അത് നിങ്ങളതൊന്നും കാണില്ല. താങ്കൾ പലതവണ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിച്ചല്ലോ, ആരാണ് കമ്പനിയുടെ പ്രതിനിധി വന്ന് മന്ത്രി തലത്തിലുള്ള ആളെ കണ്ടത്? തെളിവ് എന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ എന്റെ ചോദ്യത്തിനിടയിൽ വീണ്ടും സമയം കൊടുത്തു, വീണ്ടും സമയം കൊടുത്തു കോൺഗ്രസ് പ്രതിനിധിക്ക്. അദ്ദേഹം പറഞ്ഞോ എന്തെങ്കിലും? നിങ്ങൾ എത്ര വികസന വിരോധം കാണിച്ചാലും ഈ നാടിനെ ശരിയായ വഴിക്ക് ഞങ്ങൾ നയിക്കും. നവകേരളത്തെ കെട്ടിപ്പടുക്കും, വിജ്ഞാന സമൂഹം ഞങ്ങൾ കെട്ടിപ്പടുക്കും. നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിന്റെ പ്രതിപക്ഷമായിരിക്കും. ആജീവനാന്ത പ്രതിപക്ഷം. സമയം കഴിയുകയാണ്.